അല്ല ഇവര് എവിടെ കൊണ്ടുപോയത്? എവിടുന്നാ കൊണ്ടുപോയിടുന്നത്? ചാലുമൂട് പോപ്പുലർ മാരുതിയില്ലേ, ഞങ്ങളെ വിളിച്ചവരെ അവരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു അവരൊരു ഏജൻസിക്കാ കൊടുത്തിരിക്കുന്നത്. ഏജൻസിയായിട്ട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വേസ്റ്റ് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പൊ അവരിപ്പം അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവര് തന്നെയാണ് തീ ഇട്ടത്. രാവിലെ ഉച്ചയ്ക്ക് കൊണ്ട് ഇട്ടിട്ട് അവര് തന്നെ കത്തിച്ചിട്ട് പോവായിരുന്നു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് മീനിടം ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡിലാണ്. അടമ്പങ്ങാട് എന്ന് വരുന്നത് ഇത് പൊതുവയൽ, പയ്യപ്പാടി പൊതുവയൽ പോകുന്ന റോഡിന്റെ സമീപത്താണ്. എൻ്റെ തൊട്ട് നിങ്ങൾ കണ്ട ഒരു തോന്നിയവാസം കാണിച്ചിരിക്കുന്നതാണ്. ഒരു കമ്പനിക്കാരുടെ വേസ്റ്റ് മുഴുവൻ ഇവിടെ കൊണ്ടിട്ടതാണ്. ഈ ഇവിടെ ഇട്ടിട്ട് തീ പിടിച്ചിട്ട് ഈ പ്രദേശം മുഴുവൻ കത്തിയ ഒരു കാഴ്ചയാണ്. നിങ്ങളൊന്ന് കാണുക. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും മീഴം ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അടമ്പങ്ങാട് എന്ന് പറയും. ഇടത്തോട്ട് തിരിയുന്നത് പയ്യപ്പാടി, വലത്തോട്ട് തിരിയുന്നത് മീനിടം, പുത്തമ്പരപ്പടി. ഇവിടുന്ന് നേരെ പോകുന്നത് മീനിടത്തിന്റെ 1-ാം വാർഡ്. ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ വഴി സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് വീണ്ടും ഇടത്തോട്ട് തിരിയുകയാണ്. ഇത് പയ്യപ്പാടി പൊതുവയലിന് പോകുന്ന റോഡാണ്. ഈ റോഡിൽ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേനാണ് ഈ സംഭവം നടക്കുന്നത്. റോഡ് ഇട്ടെന്നുള്ള ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇത് കൈതേപ്പാലത്തുള്ള തങ്കച്ചൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വിറ്റെന്നും പറയുന്നുണ്ട്. കറക്റ്റ് വിവരം നമുക്കറിയത്തില്ല. ഈ സ്ഥലത്തിൻ്റെ അകത്തോട്ടാണ് ഇവിടെ കൊണ്ട് വേസ്റ്റ് കൊണ്ടടിച്ചതാണ്. ഇത് 3-ാമത്തെ ലോഡാണ് ഇപ്പം കൊണ്ടിട്ടിരിക്കുന്നത്. ഈ വേസ്റ്റിൻ്റെ അകത്ത് വാഹനത്തിന്റെ പെയർ പാർട്സ്, അങ്ങനെ ഓയിൽ മയങ്ങളുള്ള പേപ്പറുകളാണ് മുഴുവൻ കിടക്കുന്നത്. ഫിൽറ്ററുകളെ, അതുപോലെ പാലിന്റെ കവറ്, ഷൂവ്, അങ്ങനെയുള്ള എനിക്ക് തോന്നുന്ന ലോകത്തുള്ള മുഴുവൻ വേസ്റ്റും ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം മുഴുവൻ കെമിക്കലാണ്. ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അവിടെ നിന്നൊക്കെ ഒരുപാട് ബില്ലുകൾ പഞ്ചായത്തിന്റെ ഈ വാർഡിലെ മെമ്പർ PM സ്കറിയയാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഇവിടെയുണ്ട്. അപ്പം അവരെല്ലാം വന്ന് ഇതിൻ്റെ അകത്തുനിന്നുള്ള രേഖകളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇവർ തീയിട്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് ആദ്യത്തെ ലോഡ് കൊണ്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-ാം ലോഡ് ഇട്ടു. പിന്നെ 3-ാമത്തേതാണ് ഈ കിടക്കുന്നത്. അപ്പം ഇതെല്ലാം ഇട്ടിട്ട് അന്നേരം ഇവർ തീയിട്ടിട്ടാണ് പോയത്. ഈ തീയിട്ടിട്ട് പോയ പുറകെ ഈ പ്രദേശം മുഴുവൻ കത്തിയ കാഴ്ചയാണ്. ഇവിടെ ആ സമയത്തെങ്ങും പകലെങ്ങും ആൾക്കാരില്ലായിരുന്നു. ഇവരെല്ലാം പേടിച്ചു പോയി. ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നിട്ട് ഈ പ്രദേശത്തോട് കയറത്തില്ല. കാരണം ഇത്രയും വെള്ളമായിട്ട് ഈ വലിയൊരു കുത്ത് കയറ്റവും കൂടെയാണ്. അതുകൊണ്ട് അവർ കയറാൻ വന്നു. പിന്നെ ഈ നാട്ടുകാരെല്ലാം കൂടെ ഇവിടെ തൊട്ട് സമീപത്തുള്ള വീട്ടിലെ വെള്ളം എടുത്താണ് ഇത് കെടുത്തിയത്. അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഈ സ്ഥലം ഇത് പഞ്ചായത്തിക്കാരനാണ് തങ്കച്ചൻ. തങ്കച്ചന്റെ സ്ഥലം അയാളറിയാതെ ഏതായാലും ഇതിനകത്ത് വൈകുന്നേരം 6 മണിക്കാണ് ഇത് കൊണ്ടിട്ടിരിക്കുന്നത്. ഇത് തന്നെ സാധനം. ഇവരുടെ ബില്ലാണ്. ഇതുമായിട്ട് അവര് വന്നത്. അതെ അതെ. ഇപ്പോഴത് കത്തുന്നുണ്ടല്ലേ? കത്തിക്കൊണ്ടിരിക്കുന്നത് ആ ജോഷുവാടെ വീടിന് തൊട്ട് ഇപ്പറം കത്തിക്കുന്നത്. അവിടെ അന്നേരമൊക്കെ ഇവര് കാണുന്നത്. ഇവിടെ പുക ഇങ്ങനെ വന്നപ്പോഴത്തേന് ആൾക്കാർ പോയില്ലേ. എല്ലാം മൊത്തം കഴിഞ്ഞു. ഇപ്പോഴും ഇത് പോഞ്ഞോണ്ടിരിക്കുക അല്ലേ? പിന്നെ അത് ആദ്യം കൊണ്ടുവന്നിട്ട് കത്തിച്ചേക്ക് ഇതിന്റെ ഈ വണ്ടിയുടെ ഒക്കെ ഇതിന്റെ സ്പെയർ പാർട്സിന്റെ അല്ലേ? വെറും വേസ്റ്റാണ് ഈ പോകുന്നിരിക്കുന്നത്. അതെ അതെ. ഈ ഈറ്റൊക്കെ എല്ലാവരും പിടിച്ചിരുന്നെങ്കിലേ. അതെ അതെ. ഇടയ്ക്ക് 2 മഴ പെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രദേശം ഈ വേസ്റ്റിന് തീ ഇട്ടിട്ട് അത് ഇവിടെ എല്ലാം ഉണങ്ങിക്കിടക്കുകയായിരുന്നു. കരിയിലേക്കെല്ലാം തീ പിടിച്ചിട്ടാണ് ഈ പ്രദേശം മുഴുവൻ കത്തിയത്. ഇവിടെ തൊട്ട് മുകളിലൊക്കെ കുറച്ച് വീടുണ്ട്. അവിടം വരെയോളം തീ ചെന്ന് അവരെല്ലാം വെള്ളം ഒഴിച്ച് കെടുത്തിയതുകൊണ്ടാണ്, അല്ലെ വലിയൊരു ദുരന്തം ഉണ്ടായേനെ. ഇവിടെ കുറച്ച് ഇതില്ലാത്തോണ്ടായിരിക്കും അങ്ങോട്ട് ഇവരെ വിളിച്ചപ്പോ ഇവരിപ്പോ എന്നാ പറയാനാ? മാരുതിയിലെ മാനേജറായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരെ മറ്റവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 1 മണിക്കൂർ സമയം ഉള്ളൂ. നമ്മൾ നടപടി എടുക്കും. ഞങ്ങൾക്ക് മറ്റേ ആളുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇവിടെ കത്തിക്കൊണ്ടിരിക്കും. ഇത് നോക്കി ഇച്ചിരി ഒരു കപ്പ് വെള്ളം വല്ല എടുത്തൊന്ന് ഒഴിക്കുമോ? ഇപ്പോഴും കത്തുന്നുണ്ട്.
ഒരു കപ്പില്. ഇത് മതി ചിലപ്പം. ആണല്ലേ? ആ ആ 12:45 സംഭവം ഈ കമ്പാ കത്തുന്നത്. അത് സാറേ അവിടെ ഒരു പ്ലാവ് കുറ്റിയാണ്. ഇത് കത്തുന്ന വെച്ചാല് ആ തടി പൊങ്ങഞ്ഞു നിക്കുക. അതിൽ മുട്ടി കിടന്നപ്പോ ഇത് ചൂടുകൊണ്ട് കത്തിയ. പിന്നെ വൈകിട്ട് രാത്രിയിലാണ് ഇത് സംഭവം? പകലായിരുന്നു. പകലാണ് ഇഷ്ടം. ഇപ്പൊ ആ പുകയുന്നത് ഒരു 6:45 കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം പിന്നെ ഒന്ന് കാണാൻ പോയില്ലേ, നിങ്ങളൊക്കെ പോയില്ലേ? അത് കഴിഞ്ഞിട്ട് വന്നിട്ട സംഭവം. ആ രണ്ടാമത് ഇപ്പൊ പുകഞ്ഞ് കത്തുന്നത് പിന്നെ കൊണ്ടിട്ടോ രാത്രി കൊണ്ടിട്ടില്ലേ? അതാണ് നിങ്ങൾ 6:45 ഇപ്പം കൊച്ചിനെയും കൊണ്ട് പോയില്ലേ? ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അത് രണ്ടാമത് 3 കത്തിയതാ. പിന്നെ അത് കത്തിച്ചു പോയേച്ചു കൊണ്ടിട്ട ലോഡാ. മുണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോഴും പുകയുന്നു. പുകയാണ്. ഒരു വാഴക്കൊലയൊക്കെ കരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ വാഴ ഉണങ്ങി നമ്മുടെ സ്ഥലമായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് ഒരു വണ്ടി പോലും ഇങ്ങോട്ട് കയറി വരത്തില്ല അല്ലേ? എങ്ങോട്ട് ഓടണ്ടേന്നുള്ള ഒരു ഇതായിപ്പോ. ഈ ഒരു പ്രദേശം മുഴുവൻ കത്തിയിരിക്കുകയാണ്. മാരുതിയുടെ കമ്പനിയിലെയൊക്കെ ബില്ലുകളാണ്. അവരെയാണ് വിളിച്ചിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി. അപ്പം 1 മണിക്കൂറിനുള്ളിൽ ഇതിന് തീരുമാനം അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പഞ്ചായത്ത് കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ഇത് കേസ് കൊടുക്കണം. കാരണം ഇവരെയൊക്കെ വിളിച്ചു വരുത്തണം. കാരണം ഇത്രയും തോന്നിവാസം അനുവദിക്കരുത്. ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തവന്മാർ ഏതെങ്കിലും ഒരു പറമ്പിലോട്ട് കൊണ്ടുപോയി വേസ്റ്റ് ഇടും, തീ കൊളുത്തി അങ്ങനെ പോകുന്നതാണ്. ഇതൊക്കെ മിക്കയിടത്തും ജനിക്കുന്ന കോട്ടയം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ കൊണ്ട് വേസ്റ്റ് കൊണ്ട് തള്ളി തീയിടുന്ന സംഭവം ഉണ്ടായിരിക്കും. ഇവിടെയുള്ള ചെറുപ്പക്കാര് പിള്ളേർ ഇവിടെ വന്നിരിക്കും. അവന്മാരിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ഇന്നലെ പകല് സമയത്ത് ഇവർക്കറിയാൻ ഇത് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ രാത്രി സമയത്ത് കൊണ്ടുവന്ന് ഇവർ ഉച്ചക്കാണ്ട് തീയിട്ടിട്ട് പോയാന്നല്ലേ പറഞ്ഞു. രാത്രിയിൽ ഇവിടെ ഇരിപ്പുകാരുണ്ട്. അപ്പൊ രാത്രി സമയത്ത് കൊണ്ടിട്ടിട്ടില്ല, പകലാണ് കൊണ്ടിട്ടിരുന്നത്. ഇവിടെ ആദ്യം ഇങ്ങനെ കൊണ്ട് വിട്ടത് ഇട്ട് കത്തിച്ചേക്ക് പോയത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവന്മാരെ ഇന്നലെ ഒരു 7 മണിയായപ്പോ കൊണ്ടുവന്ന് തള്ളിയേക്ക് പോയത്. തീ ഇട്ട് കഴിഞ്ഞിട്ടോ? തീ ഇട്ട് കഴിഞ്ഞേക്ക് രാത്രി കൊണ്ടുവന്ന് തള്ളിയതാ. 6:30 വന്ന വണ്ടി അത്. ആണല്ലേ? 6:30 അതായത് വണ്ടി അല്ല ഇത്രയും തീ കത്തിയതല്ലേ അവരറിഞ്ഞില്ല. എന്നിട്ടാണ് രണ്ടാമത് പിന്നെയും കൊണ്ടിട്ട് കത്തിക്കാൻ കൊണ്ടുവന്ന വീണ്ടും കത്തിക്കാൻ അന്നേരം വന്നപ്പം കത്തിച്ചത്. ഈ ഒരു കൂട്ടം കത്തിച്ചു. കത്തിച്ചിട്ട് അത് കത്തിക്കില്ല. കത്തിക്കുന്നതിന് മുമ്പേ പോയി. അന്നേരത്തെ ഈ കരോട്ട ഒരു പയ്യൻ മീനെടുത്തിട്ട് പോകാൻ വന്നപ്പോ അത് കണ്ട് വിളിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം വീട് ഓടി വന്നത്. ഇവരാദ്യം ഇവിടെ കൊണ്ടുപോയിട്ട് അല്ലേ? ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ആദ്യം തീ ഇട്ടിട്ട് പോയി. ഇട്ട് കത്തിച്ചായിരുന്നു. 1, 2 ഇപ്പൊ കിടക്കുന്നില്ലേ അതെ അവിടെ അതിൽ നിന്ന് ഇന്നലെ വൈകിട്ട് പെറുക്കി ഏതാണ്ട് 10-50 മീറ്റർ ചുറ്റളവ് മൊത്തം കത്തി. അതിൽ നിന്ന് പെറുക്കി എടുത്തത് ഇത് തന്നെയല്ലേ? ഇത് കെമിക്കലാണ്. ഇത് അവര് കൊണ്ടുപോയി. പിന്നെ ഹെൽത്ത് സെന്ററുകാർ കൊണ്ടുപോയി. ഇതിന്റെ അടുത്ത് ഇതെല്ലാം അവരുടെ കമ്പനിയുടെ പേപ്പർ അല്ലേ? പേപ്പർ. പിന്നെ ഒന്ന് ഇപ്പം വന്ന പഞ്ചായത്തിൽ നിന്നുള്ളതും കൊണ്ടുപോയി. ഇരിക്കട്ടെ എന്നാല് അല്ല അവരെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ വിളിച്ചായിരുന്നു. അവര് പറഞ്ഞു ഞങ്ങൾ ഇത് മൊത്തം പിന്നെ ടെൻഡർ കൊടുക്കുന്നതാണ്. അവരെവിടെയാ തളർന്നെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആ വണ്ടിക്കാരനെ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വണ്ടിക്കാരൻ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടിക്കാരനൊന്നും വേണ്ട, 1 മണിക്കൂർ തീരുമാനം ഉണ്ടാക്കണ്ടേ? തീരുമാനം നിങ്ങൾ ഉണ്ടാക്കണം. അല്ലെ കേസ് കോടതി പറഞ്ഞ് നിങ്ങൾ ഊരിക്കോളാം. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ ഇവിടുത്തെ ഈ വാർഡിലെ ആശാവർക്കറാ. ഞാൻ ഇങ്ങോട്ട് വന്ന് പിന്നെ കയറി ഡ്രസ്സ് മാറാനകത്ത് കയറുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. എന്നെ ചെയ്യുന്നത് ഇവിടെയുള്ള നാട്ടുകാരുടെ നല്ല നന്മ കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയത്തെ. ഫയർഫോഴ്സ് പോലും വരത്തില്ലാത്ത സ്ഥലമല്ലേ? ഫയർഫോഴ്സ് 5000 ലിറ്റർ വെള്ളമായിട്ട് വന്നിട്ട് അവിടെ കയറാൻ പറ്റില്ല. അവരെ ഞാൻ വിളിച്ചു, അവര് വരികയും ചെയ്തു. പക്ഷെ അവരെന്ത് ചെയ്യും? പിന്നെ ഇതേണ്ട അത് സൗമ്യ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഒരു പെണ്ണിന് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തേക്കുന്ന വീടാ. അത് വെക്കാൻ വേണ്ടി അവര് കൊണ്ടുവന്നേക്കുന്ന വിലക്ക് മേടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം അത്. ആ വെള്ളം ഉണ്ടായിരുന്നോണ്ടാണ് കെടുത്തിയതല്ലേ? ഇത് ഭയങ്കര തോന്നിയ സ്ഥലം. അല്ല ഇവിടെ ഈ ഏരിയ മാത്രം.
അത് ദൈവഭാഗ്യത്തിനല്ലേ ആ വീട്ടിൽ ചെയ്തില്ല അവിടെ കൊണ്ട് ലോഡ് ഇട്ടെന്നുള്ള 7 മണിക്ക് കൊണ്ടിട്ടാ ഇട്ട 6 മണി കഴിഞ്ഞ് കൊണ്ടിട്ടാ അറിയത്തില്ലല്ലോ. ഇത് ഏത് വാർഡാ വരുന്നത്? മീനടം ഗ്രാമം മീനടം പഞ്ചായത്തിൽ ഒന്നാം ഭാഗം. 1-ാം വാർഡ് അല്ലേ? ഇത് 2 ഇപ്പറം 2. ഇത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി തന്നെ ഇനിയിപ്പോ കേസെടുക്കാന്നുള്ളത്. അത് ഫൈനും അടയ്ക്കണം, പിന്നെ നമ്മള് prosecution നടപടികൾ ആരംഭിക്കുക. പിന്നെ ഇങ്ങനെ ഒരു തോന്നിയാസം കാണിച്ച് പിന്നെ അത് അതെ അതെ സ്ഥാപന ഉടമ മാനേജറെ നമ്മൾ വിളിച്ച് കാര്യം പറഞ്ഞു. ആ അല്ല അവരിവിടെ വരാൻ പറയണം. ഇത് വന്ന ലൊക്കേഷനും വീടിന്റെ ഫോട്ടോയും സാധ്യത എല്ലാം അവിടെ അയച്ചു കൊടുത്തു. അതെ അതെ കാരണം അവര് കണ്ടു. ഇനിയും മേലെ അമ്മമാരൊന്നും ആവർത്തിക്കരുത് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ ആ ഇതൊരു പക്ഷേ നമ്മുടെ കോട്ടയത്തൊക്കെ ഉണ്ടാവും, കത്തിപ്പോയി കാണും. ചിലപ്പോ ഒരേ വണ്ടി ആയിരിക്കുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നും ഇതിന്റെ ഇതാരെങ്കിലും പറഞ്ഞുകൂടെ? വസ്തു ഉടമയുടെ സമ്മതം ഇല്ലാതെ ചെയ്തു നടക്കില്ല. പറയാൻ ഫസ്റ്റ് ഉടമ വിളിച്ചപ്പോ എന്നെ വല്ലതും പറഞ്ഞു? വിളിച്ചില്ല. ആ അതെ സെക്രട്ടറി തന്നെ വിളിച്ചോട്ടല്ലേ. സാറിന്റെ പേരെന്നായിരുന്നു? സജീവ്. ആ ശരി. ആ പിന്നെ അതെ ഒരു 13 വീട് കഴിഞ്ഞാൽ പിന്നെ ഇത് പുതുവയിലോട്ടുള്ള വഴിയാ അല്ലേ? വഴിയാ. അടുമങ്കാട് പുതുവ ഇത് അപ്പുറം അടുമങ്കാടും ഇത് അടുമങ്കാടെന്ന് പറയുന്നത്. ആ മീനടത്തിന്റെ 1-ാം വാർഡെന്നുള്ളല്ലേ? 1-ാം വാർഡ് ലാസ്റ്റ് തീരുന്നിടം. ഇവിടെ നിന്ന് അങ്ങോട്ട് പുതുപ്പള്ളി 274 വീടാണ് വീട്ടു നമ്പർ പ്രകാരമുള്ള. അതില് പിന്നെ 261-ാം നമ്പർ വീടിന്റെ മേളോട്ടാണ് കത്തിയിരിക്കുന്നത്. ഇത് ഏതോ ഒരു കമ്പനിക്കാര് വേസ്റ്റ് മുഴുവൻ അവർ മൊത്തത്തിൽ എടുത്തിരിക്കുന്നതാണ്. എന്നിട്ടാണ് അവരെ ഇവിടെ എല്ലാം കൊണ്ട് ഇങ്ങനെ നിക്ഷേപിക്കുന്നത്. ഇതിനൊക്കെ കർശന നടപടി തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. ഇതൊക്കെ ആർക്കെങ്കിലും തീപിടുത്തത്തിന് കണ്ടില്ലേ, ഇവർ ഈ ഒരു കുറച്ച് സ്ഥലത്തിന് മാത്രം വേസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇവിടെ തീ ഇട്ടിട്ടാണ് ഈ പ്രദേശം മുഴുവൻ കത്തിയത്. അത് തന്നെയല്ല ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ എല്ലാ സാധനവും ഉണ്ട്, അഴുക്ക് സാധനങ്ങളാണ് മുഴുവൻ കിടക്കുന്നത്. അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് തീ കത്തിച്ചിട്ട് പോകുന്നത്. ഇവന്മാരൊന്നും ഇവിടുത്തുകാരൊന്നും അല്ല, അവരൊക്കെ എവിടെയെങ്കിലും ദൂരെയുള്ളവന്മാരൊക്കെ ഇവിടെ കൊണ്ടിട്ട് കത്തിച്ചിട്ട് പോവാണ്. ഇനിയും മേലെ ഇത് ആവർത്തിക്കരുത്. ഇതൊക്കെ കർശന നടപടി തന്നെ പഞ്ചായത്ത് എടുക്കണം. ഏത് പഞ്ചായത്താണേലും ഇതുപോലെയുള്ള പഞ്ചായത്തിന്റെ പരിധി വന്നു കഴിഞ്ഞാൽ കർശന നടപടി തന്നെ ഇവർക്കെതിരെ എടുക്കണം.